35 ലക്ഷത്തിലധികം വരുന്ന മറുനാടൻ മലയാളികൾ ഇവിടെയുണ്ട്. മറുനാടൻ എന്ന് പറഞ്ഞാൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അതിലേറ്റവും കൂടുതൽ ആളുകൾ വന്നത് ബംഗാളിൽ നിന്നാണ്. പല പല കാരണങ്ങളാണ്. മമതാ ബാനർജിയുടെ ഭരണത്തിൻ്റെ വിഷയങ്ങളുണ്ട്, അവിടുത്തെ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലായ്മ, ഗുണ്ടായിസം, പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരാണ്. അവിടെ നിൽക്കാൻ പറ്റാത്ത ഗതികേട് കൊണ്ട് കൂടുതൽ പേര് ഇവിടെ വന്നത്. നല്ല ശമ്പളം, 1000 രൂപ 1500 രൂപ ശമ്പളം കിട്ടും. പിന്നെ റൗണ്ട് ദ ക്ലോക്ക് അവർ പണി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് മണിക്കൂറുകൾ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കിട്ടും. വലിയ സന്തോഷം. അവരുടെ ഗൾഫായിരുന്നു. അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ നേപ്പാളിൽ നിന്ന് ധാരാളം പേര് വന്നിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് വന്നിട്ടുണ്ട്, ആസാമിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അല്ലാതെ വടക്കേ ഇന്ത്യൻ, UP, ബീഹാർ, മധ്യപ്രദേശ് അവിടെ നിന്ന് വരുന്നില്ല. അവിടെയൊക്കെ നല്ല തൊഴിലുണ്ട്. ഇപ്പുറത്തു നിന്നാണ് വരുന്നത് കൂടുതലും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ അതിഥി തൊഴിലാളികളൊക്കെ വന്ന് അവർക്ക് വോട്ട് ചെയ്യാൻ അവർ തിരിച്ചു പോയി. ഈ കഴിഞ്ഞ ബംഗാളിൻ്റെ തെരഞ്ഞെടുപ്പിന് അവർ വോട്ട് ചെയ്യാൻ തിരിച്ചു പോയിട്ട് അവരിപ്പോൾ തിരിച്ചു വരുന്നില്ല. വലിയ വിഷയമാണ്. ഇനി വേറൊരു കൗതുകമുണ്ട് ഇതിനകത്ത്. അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഒരു കൗതുകം. തിരിച്ച് വരുന്നവരുണ്ടെന്ന് വിചാരിക്കുക. 200 പേരുടെ സംഘം അവിടെ നിന്ന് തിരിച്ചു. എവിടെ നിന്ന്? ബംഗാളിൽ നിന്ന് തിരിച്ചു. പക്ഷേ അവർ പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, പല സ്റ്റേറ്റുകളൊക്കെ കഴിഞ്ഞാലോ കേരളത്തിൽ വരേണ്ടത്. ട്രെയിനിൻ്റെ ഇതനുസരിച്ച് ഓരോ സ്റ്റേറ്റുമൊക്കെ കഴിഞ്ഞാണ് വരേണ്ടത്, ആ റൂട്ട് അനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ വരണ വഴിക്ക് വെച്ച് അവരെ ട്രെയിനിൽ വെച്ച് തന്നെ അവർ കയറി അടുത്ത് ചെന്നൈയിലും അല്ലെങ്കിൽ മറ്റ് ഇട സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവരെ ഇടയ്ക്ക് വെച്ച് സബ് കോൺട്രാക്ടർമാരെ പോലെ പലരും കയറി അവർക്ക് വലിയ കൂലി ഓഫർ ചെയ്ത് അതാത് സ്റ്റേഷനിലും ഇറക്കുകയാണ്. എന്തൊരു രസമുണ്ട്. അപ്പോൾ എന്തൊരു ഡിമാൻഡാണ്. പണ്ട് ഈ സ്വർണ്ണമൊക്കെ കള്ളക്കടത്ത് കടത്തുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. സ്വർണ്ണം കള്ളക്കടത്തും, വില പേശിക്കൊണ്ടുപോകും, മീനൊക്കെ വഴിയിൽ വെച്ച് വില പേശിക്കൊണ്ടുപോകുമെന്ന് പറയും. അതുപോലെ മനുഷ്യർക്ക്, ഹ്യൂമൻ റിസോഴ്സിന് ഇത്രയും വില ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് കരാറുകാരൻ പിന്നെ ടിക്കറ്റും വഴിച്ചെലവും നൽകി കൊണ്ടുവരുന്ന അഴിത്തൊഴിലാളികളെ കേരളത്തിലെത്തുന്ന മുമ്പ് ട്രെയിനിൽ വെച്ച് റാഞ്ചാൻ സംഘങ്ങൾ ചെന്നൈ, മാംഗ്ലൂർ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. തൊഴിലാളികളെ ഭദ്രമായി സംസ്ഥാനത്ത് എത്തിക്കുന്നതിനായി സ്പെഷ്യൽ ട്രെയിൻ വേണമെന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ സ്റ്റേഷനുകളിലൊന്നും സ്റ്റോപ്പില്ലാതെ ബംഗാളിൽ നിന്ന് തുടങ്ങിയാൽ, പിന്നെ കൊൽക്കട്ടയിൽ നിന്ന് തുടങ്ങിയാൽ കേരളത്തിൽ മാത്രം സ്റ്റോപ്പുള്ള സൂപ്പർ എക്സ്പ്രസ് ഒക്കെ വേണമെന്നാണ്. കാരണം അല്ലെങ്കിൽ ഇവരെ അടിച്ചുകൊണ്ട് പോകും, മറ്റ് ടീമുകൾ അടിച്ചുകൊണ്ട് പോകും. കൊൽക്കത്ത ഹൗറ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് ട്രെയിൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. കോവിഡ് ലോക്ക്ഡൗണിന് സമാനമായ തൊഴിലാളി ക്ഷാമമാണ് സംസ്ഥാനത്ത്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ, ഹോട്ടൽ വ്യവസായ രംഗത്ത് ഒക്കെ, ഈ പിന്നെ തെങ്ങ് കയറ്റം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ 45 ലക്ഷത്തിന് തൊഴിലുമില്ല. അതാണ് നല്ല രസകരമായ കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. പണം മുൻകൂറായി നൽകി മേസ്ത്രിമാരുടെ നേതൃത്വത്തിൽ പണിക്കാരെ ട്രെയിനിൽ കേരളത്തിലെത്തി. യാത്ര തുടങ്ങുമ്പോൾ ആധാർ കാർഡ്, ട്രെയിൻ ടിക്കറ്റ്, തൊഴിലാളി സംഘത്തിൻ്റെ ഫോട്ടോ തുടങ്ങിയവ മേസ്ത്രി പണം മുടക്കിയവർക്ക് അയച്ചു നൽകും. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയിടങ്ങളിൽ നിന്ന് മാംഗ്ലൂർ വഴിയും ഒഡീഷ, ബംഗാൾ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ചെന്നൈ വഴിയുമാണ് തൊഴിലാളികൾ ഇവിടെ എത്തുന്നത്. ആ വരുന്ന തൊഴിലാളികളെ ഏജൻറ്റുമാർ പണിക്കൂലി കൂട്ടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തൊഴിലാളികളെ ചെന്നൈക്കും മംഗളൂരിലേക്കും മുമ്പുള്ള ചെറിയ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട സമയമാകുമ്പോഴേക്ക് സംഘത്തലവനായ മേശിരി പോലും തൊഴിലാളികൾ കൂടെയില്ലെന്ന് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തെ പോലും വെട്ടിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോവുകയാണ്. പണം മുടക്കിയ ആൾ തൊഴിലാളികളെയും കാത്ത് സ്റ്റേഷന് പുറത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ 200 പേരുടെ സംഘം എത്തുമ്പോൾ അതിൽ 10-20 പേര് മാത്രമാണ് സംഘത്തിൽ ഇവിടെ എത്തിയത്. ബാക്കി 180 പേരെയും അല്ലെങ്കിൽ 190 പേരെയും മറ്റ് സംസ്ഥാനക്കാർ കൊണ്ടുപോയി. അത് ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ കേരള ചെയർമാൻ K. സതീഷ് കുമാറിൻ്റെ വലിയൊരു പരാതി ഇതിനകത്ത് വന്നിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് കേരളത്തിൽ സമാനമായ തൊഴിൽ ക്ഷാമം തൊഴിലാളി സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ പക്ഷേ തമിഴ്നാട്ടിൽ തൊഴിൽ ക്ഷാമമില്ല. അതുകൊണ്ട് തന്നെ 900,000 രൂപയാണ് ശരാശരി മൺസൂറിൽ മണ്ണിനേക്കാൾ കുറയുന്നത്. പ്രധാന പദ്ധതിയുമായി പരിഹരിക്കുമ്പോൾ പറഞ്ഞാൽ തൊഴിലാളികൾ അപ്പോൾ തൊഴിൽ സാധ്യത വളരെയധികം കൂടുന്ന പ്രചരണം അടുത്ത സംസ്ഥാനങ്ങളുടെ ദേശീയ ശേഷം തൊഴിലാളികൾ തിരിച്ചെത്തിക്കുന്ന പ്രതീക്ഷയാണ്. തിരിച്ചെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സംവിധാനങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ എന്തായാലും വളരെ രസകരമാണ്, കൗതുകമുള്ള കാര്യമാണ്. തൊഴിലാളികൾക്ക് വലിയ ഡിമാൻഡ് അവർ കേരളത്തെ യാത്ര ചെയ്യുന്ന അവരിൽ നിന്ന് ലക്ഷ്യപ്പെട്ടത് ചെന്നൈ, മാംഗ്ലൂർ ബസ്സും ആസാം ബംഗാൾ ബോർഡ് ചെന്നൈ
ഈ പറയുന്ന പോലെ നമ്മുടെ തമിഴ്നാട് ചെയ്യുന്നത് തന്നെ